നമ്മുടെ S26 അൾട്ര നമ്മൾ ഏകദേശം 2 ആഴ്ചയായിട്ടുണ്ട്. 2 ആഴ്ചയായിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് നമുക്കിതിനകത്ത് കൃത്യം ഒരു കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിതിനകത്ത് പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം കൃത്യമായിട്ട് ഈ ഒരു 2 ആഴ്ചയിൽ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു തരുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പോസിറ്റീവ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് പോസിറ്റീവ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഇതിനകത്ത് ഈ ഒരു സ്ക്രീൻ, നമുക്ക് ഇതിനകത്തെ പ്രൈവസി സ്ക്രീനാണ് നമുക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം ഇത് ഇത്രയും കാലമായിട്ട് നമുക്ക് ആപ്പിളിൽ നമുക്ക് ഫോൺ വന്നെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് വലിയൊരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ നമുക്ക് ആപ്പിൾ കുറച്ച് കാലമായിട്ട് തരുന്നില്ല. പക്ഷേ അതേ സമയത്ത് നമുക്ക് നമ്മുടെ S26 അൾട്രയിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു പ്രൈവസി സ്ക്രീന് നമുക്ക് നല്ലൊരു ഇന്നോവേഷനാണ്. നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ വർക്കാവുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. ഞാനത് നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമുക്കിതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബാങ്കിങ്ങിൻ്റെ ആപ്സ്, അതുപോലെ നമുക്ക് പേഴ്സണൽ വാട്സപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു എപ്പോഴും ഞാൻ യൂസ് ചെയ്യാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷേ നമുക്കിത് ഒക്കേഷണലി യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചറാണ്. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഈ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു എന്താ പറയുക ബെറ്റർ എൻഹാൻസ്ഡ് വേർഷൻ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ശരിക്കും ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തും കൂടെ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്കിതിനകത്ത് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈവസി ഡിസ്പ്ലേ നമ്മൾ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ പ്രൈവസി ടേൺ ഓൺ ചെയ്യുക. പ്രൈവസി ടേൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഈ കണ്ടീഷൻ ഫോർ, നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവിടെ കണ്ടീഷൻസ് ഫോർ ടേണിങ് ഓൺ എന്നുള്ളൊരു സാധനം കാണുന്നുണ്ട്. ഈ കണ്ടീഷൻ ഫോർ ടേണിങ് ഓൺ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഏതൊക്കെ ആപ്പിനകത്താണ് നമുക്കിതിൻ്റെ കണ്ടീഷൻസ് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒന്നെങ്കിൽ നമുക്കിതിനകത്ത് നോട്ടിഫിക്കേഷന് വേണ്ടി മാത്രം നമുക്കിതിനകത്ത് വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൈവസി നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു വലിയൊരു അടിപൊളി നല്ലൊരു ഇന്നോവേറ്റീവ് ടച്ചാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ആപ്പിൾ അല്ലെങ്കിൽ വേറെ കമ്പനികളൊന്നും കൊണ്ടുവരാതെ തന്നെ നമ്മുടെ ഈ ഒരു സാംസങ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാംസങ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തൊരു ചെറിയൊരു സയൻസേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് 2 പിക്സൽസ് വരുന്നുണ്ട്, വൈഡ് ആംഗിളും അതുപോലെ നമുക്ക് ചെറിയ പിക്സൽസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ഇതിനകത്ത് ശരിക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ഫങ്ഷനാലിറ്റി വർക്കാവുന്നത്. അതിൻ്റെ ഒരു ഹാർഡ്വെയർ പ്ലസ് നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് നമുക്ക് ഈ ഒരു പ്രൈവസി സ്ക്രീനിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജെറിയണ്ണൻ അതിനകത്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിനകത്ത് ജെറിയണ്ണൻ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ചെറിയൊരു മൈക്രോ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പിക്സൽസൊക്കെ കൃത്യമായിട്ട് പുള്ളി കാണിച്ചു തരുന്നുണ്ട്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കുറച്ചും കൂടെ നിങ്ങൾക്കിത് മനസ്സിലാവും. നമുക്ക് ആ മൈക്രോ പിക്സൽസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഈ വർഷം നമുക്ക് ഇതിനകത്ത് 8 Elite വന്നതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചും കൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. ബാറ്ററി എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് ഇതിന് ബാറ്ററി കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് ഇനീഷ്യലി നമുക്ക് ഐഫോൺ ആണെങ്കിലും നമ്മുടെ S26 അൾട്ര ആണെങ്കിലും നമ്മുടെ ഇതിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ യൂസേജ് കാര്യങ്ങളൊക്കെ നമുക്കത് എങ്ങനെയാണെന്ന് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു അൽഗോരിതം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇനീഷ്യലി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ചൊരു പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിത് അഡാപ്റ്റ് ആവുന്നത് നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഈ വർഷം നമ്മുടെ ഈ ഒരു 8 Eliteൻ്റെ Gen 5 ചിപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേറൊരു എൻഹാൻസ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഹൊറിസോണ്ടൽ ലോക്ക് വന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലോക്കും ഇതേപോലെ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ വന്നൊരു എൻഹാൻസ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കിത് ഹൊറിസോണ്ടൽ ലോക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിതിങ്ങനെ കറക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫോട്ടോ മാറുന്നത് നിങ്ങൾ കാണത്തില്ല. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറയുന്നത്. ഞാനിത് നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇപ്പോൾ ആ കറക്കിയ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കൃത്യം ആ ഒരു സ്റ്റില്ലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റില്ലായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം.
നമ്മൾ ആ ഒരു എടുത്ത വീഡിയോ അതുപോലെ തന്നെ സ്റ്റില്ലായിട്ട് നമ്മളത് കറക്കുന്നുണ്ട്. ആ കറക്കുമ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ സബ്ജക്റ്റ് അതേപോലെ ഫോക്കസ് ആയിട്ട് ഇരിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. സബ്ജക്റ്റ് ഇങ്ങനെ ഫോക്കസ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതൊരു വലിയൊരു അടിപൊളി എന്താ പറയുക ഒരു ഫീച്ചറാണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇന്നോവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു ഫോണിൻ്റെ ഒരു സെഗ്മെൻറ്റ് കുറച്ചും കൂടെ ഒന്ന് ബൂം ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെമ്മറി കുറച്ച് വലുതാവുന്നു, അവിടെ ഇച്ചിരി വലുതാവുന്നു, ഇവിടെ ഇച്ചിരി വലുതാവുന്നു, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു കുറച്ചും കൂടി ഒരു ഈ ഒരു ഫോൺ വാങ്ങുന്നതിൻ്റെ ഒരു ചെറിയൊരു വാല്യൂ എങ്കിലും നമുക്ക് തോന്നും. അതൊരു അടിപൊളി ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ഇതിൻ്റെ വൈഡർ അപ്പറേച്ചർ 1.4 ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അൺബോക്സിങ്ങിൽ ഞാനത് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ നമുക്ക് വൈഡ് ആംഗിളിൽ അപ്പറേച്ചർ 1.4 ആകുമ്പോൾ ഉള്ള യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ലൈറ്റിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൊക്കെ എഫക്റ്റ് ഒക്കെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു അൾട്രാ വൈഡ് ആംഗിളിലാണെങ്കിൽ പോലും 1.4 ആയതുകൊണ്ട് തന്നെ നല്ലൊരു സെപ്പറേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ വേറെ കാര്യമായിട്ട് നമുക്ക് ഈ ക്യാമറയിൽ വേറെ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതെങ്കിലും നമുക്ക് ഈ ഒരു സാംസങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ക്യാമറ അപ്ഡേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വേപ്പർ കൂളിംഗ് ചേംബർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വേപ്പർ കൂളിംഗ് ചേംബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹീറ്റിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമ്മൾ കമ്പയറിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പൊടിക്ക് നമുക്കൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അത് ഹീറ്റ് എടുക്കുന്നൊരു പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വേപ്പർ കൂളിംഗ് ചേംബർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇതിനകത്ത് വേറൊരു അപ്ഡേറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു സ്ക്രീനാണ്. നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഗോറില്ല ആർമർ 2ലേക്ക് നമുക്കിത് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജെറിയണ്ണൻ്റെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കണം. പുള്ളി അതിനകത്ത് ഡീപ്പർ ലെവൽ അറ്റ് 6-7 എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. പഴയ വേർഷനിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക മാർക്സൊക്കെ കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു എന്താ പറയുക മാർക്കുകളൊന്നും നമുക്ക് അത്ര വിസിബിളായിട്ട് നമുക്കിതിനകത്ത് കാണുന്നില്ല. അത് നമുക്കിതിനകത്തൊരു നല്ലൊരു ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. പക്ഷേ അതൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബാറ്ററീൻ്റെ നമുക്ക് ചാർജിങ് സ്പീഡ് നമുക്ക് കൂടിയിട്ടുണ്ട്. 60 വാട്ട്സിൻ്റെ നമുക്കിപ്പോൾ പവർ നമുക്ക് ചാർജിങ് സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സംഭവമൊന്നുമല്ല. 120, 150, 160 ഒക്കെ നമുക്കിപ്പോൾ പുതിയ നമ്മുടെ ഓപ്പോൻ്റെ അല്ലെങ്കിൽ വേറെ ഫോണുകളിലൊക്കെ വിവോൻ്റെ ഫോണുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമുക്ക് ഈ വർഷത്തേക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിത് 60 വാട്ടിൻ്റെ നമുക്ക് ചാർജിങ് വരുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ സാധനം. അതായത് ഇത്രയും നേരം നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് പോകാം. നെഗറ്റീവ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് പറഞ്ഞൊരു സാധനമുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം. നെഗറ്റീവ് വശത്തിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രൈവസി ഡിസ്പ്ലേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിക്സൽ കട്ടാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഗ്രേ ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓക്കെ, നിങ്ങൾക്കിത് കാണുമ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു വെള്ള ഒരു ഇത് കാണാൻ പറ്റും. ഒരു ചെറിയൊരു വെള്ളമയം, ആ ഒരു ബ്ലാക്കിനൊന്നും അത്രയും ഇത് വരാത്തൊരു രീതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ മാറ്റിത്തരാം. മാറ്റണമെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് നമ്മുടെ ആ ഒരു ബ്ലാക്ക് സാധനങ്ങളൊക്കെ മാറുന്നുണ്ടോ. ഇപ്പം ഞാനത് ഓൺ ആക്കുന്നു, അതിൻ്റെ പിക്സലിൻ്റെ ഡിഫറൻസ് വരുന്നു. വീണ്ടും ഞാൻ ഇത് ഓഫ് ആക്കുമ്പോൾ ആ ഒരു ബ്ലാക്കിൻ്റെ ആ ഒരു എന്താ പറയുക ശരിക്കും അതിൻ്റെ പിക്സൽസ് എല്ലാം വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രേ ടോണൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് വരും. അത് നമുക്കിത് സംഭവം വലിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും അതൊരു വലിയ നഷ്ടമാണ്. കാരണം നമുക്ക് സാംസങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയുന്നൊരു സാധനം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമെങ്കിൽ അതൊരു ഇച്ചിരി പ്രശ്നമാണ്. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ എപ്പോഴും ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ സംഭവം കിട്ടത്തില്ല. ഇത്
നമുക്കൊരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ വരുമ്പോഴത്തേനും അതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എനിക്കിത് പേഴ്സണലി എനിക്കിത് പേഴ്സണലി നമുക്കൊരു കോംപ്രമൈസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു വെർത്തായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം നമുക്ക് അല്ലെങ്കിൽ നമ്മളിത് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രേ ടോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ എന്ത് QHD ആണെങ്കിലും അതിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഇൻ ദ ഫ്യൂച്ചർ, ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ തുടക്കം മാത്രമായിട്ടുള്ളൂ, അപ്പോൾ ഇത് ഫ്യൂച്ചറിലേക്ക് എത്തുമ്പോഴത്തേനും സാധനം മാറും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് അൺബോക്സിങ്ങിൽ പറഞ്ഞു, ഇതിനകത്ത് സ്ലിം ആയിട്ടുണ്ട്, കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഫോൺ ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഇതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരും. എത്ര പേർക്ക് ഇത് വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് ചില സമയത്ത് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിന്നൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്, നിങ്ങൾക്കിത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് ഇത്രയും ചെറിയ സാധനം കൊണ്ട് അറിയില്ല. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു ഇത് കണ്ടോ, ഇത് നമ്മൾ എങ്ങനെ വെക്കണം എന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പം ഞാനിത് വെച്ചപ്പോൾ ഇത് വീണ്ടും തെറ്റി. നമുക്കിത് കറക്റ്റായ രീതിയിലല്ല നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഇത് എടുത്തിട്ട് തിരിച്ച് വെക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റായിരിക്കുള്ളൂ. ജെറിയണം പറഞ്ഞ പോലെ നമുക്കിത് തിരിച്ച് കയറ്റാൻ പണ്ടത്തെ പോലെ ഇത് പറ്റത്തില്ല, ഇവിടെ വെച്ച് സ്റ്റക്കാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാണ്ട് വീണ്ടും ഇതിപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഞാൻ വീണ്ടും തെറ്റി. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഏത് വശമാണ് കറക്റ്റ് വശം എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ എയർ കമാൻഡ്സ് ഒന്നുമില്ല, ബ്ലൂടൂത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ എയർ കമാൻഡ്സ് ഒന്നും വരുന്നില്ല ഇതിനകത്ത്. പിന്നെ എനിക്കിത് പേഴ്സണലി ഇതിനകത്ത് നമ്മുടെ പഴയ വേർഷൻസ് നമ്മുടെ S25 നിന്ന് ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേന് ചെറുതായിട്ട് നമുക്കിതിനകത്ത് ചാർജിങ് കൂടുതൽ വലിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതിനകത്ത് ഓൺ പേപ്പർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് ഇതിനകത്ത് വലിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ബാക്ക് എൻഡ് സ്ഥലത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ ഫോൺ കോൺസ്റ്റൻ്റ്ലി ഈ ഒരു പെന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമുക്ക് എപ്പോഴും ഈ സാധനം ചെക്ക് ചെയ്യും. പെന്ന് കോൺസ്റ്റൻ്റ്ലി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിങ്ങനെ വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു എമൗണ്ട് ഓഫ് എനർജി ആണെങ്കിൽ അത് നമുക്കിതിനകത്ത് എടുക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇത് വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് സ്ക്രീന്, നമ്മുടെ ആ ഒരു പ്രൈവസി സ്ക്രീന് നമുക്ക് പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പവർ ഇത് വലിക്കും. അതൊരു പ്രശ്നമാണ്. അതുപോലെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ക്യാമറ ഹമ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു ക്യാമറ ഒരു റിങ്ങില്ലേ, ഈ റിങ് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹയർ ടെമ്പറേച്ചർ ആണെന്ന് ചോദിച്ചോ, ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഭയങ്കര ലോവർ ടെമ്പറേച്ചർ വരുമ്പോൾ ഇതിനകത്ത് ഫോഗ് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമുക്കിതിനകത്ത് ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ ഇതിനകത്ത് അധികം ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഫോഗൊക്കെ കയറാൻ വേണ്ടി വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയാൽ മതി, അതിനകത്ത് ഫോഗ് കയറും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ യൂസും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ നമുക്ക് ഡസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കയറിയിരിക്കും. അത് ഇതിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാത്തിനകത്തും വരുമെന്നല്ല, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് ഇതുകൊണ്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ശരിക്കും ആ ഒരു നമ്മുടെ ജെറി റിഗ് പുള്ളീൻ്റെ ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പുള്ളി ഇത് പൊളിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ എന്താ നമുക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാൻ, നമുക്കിതിൻ്റെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ആവുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ കാർഡ് ഇല്ലെങ്കിൽ, സ്ക്രീൻ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇടയ്ക്ക് റീഡ് ആവാതെ വരുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ വരുന്നതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നമ്മൾ ഒന്നും അറിയാണ്ട് നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഓപ്പൺ ആകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സ്ക്രീൻ കാർഡ് ഇല്ലാണ്ട് നമ്മളിത് അല്ലെങ്കിൽ യൂസ് ചെയ്യണം. അപ്പോൾ ചിലവർ പറയുമായിരിക്കും ഇത് ഹൈ ക്വാളിറ്റി, നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല. അങ്ങനെ ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ കാർഡ് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടത്. പക്ഷേ നമുക്ക് ഭയങ്കര പ്രശ്നമൊന്നുമല്ല, പക്ഷേ നമുക്ക് ആ ഒരു സ്പീഡിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. സ്പീഡിലും പിന്നെ അതിൻ്റെ ഒരു ആക്യുറസി, ചിലപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്യുറേറ്റ് ആയിട്ട് ചിലപ്പോൾ ഇത് വർക്കാവുന്നില്ല. എല്ലാ പ്രാവശ്യമല്ല, വളരെ റെയറായിട്ടാണ്, പക്ഷെ അത് വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു കോമൺ മാൻ എന്ന രീതിയിൽ നമുക്കിതിനകത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് നമ്മൾ ഡിസ്പ്ലേയിലും എനിക്കൊരു ചെറിയൊരു ഡൗൺഗ്രേഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഡിസ്പ്ലേൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ നല്ലതാണ്. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ പോസിറ്റീവിൽ പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻസ് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന്. ഈ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കൂട്ടുന്നതിന് വേണ്ടി ഇവർ ശരിക്കും ഇതിനകത്ത് ഒരു മേളിലൊരു കോട്ടിങ് പോലെ നമുക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ കോട്ടിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും ഇത് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡ്രോപ്പാണ്. നമുക്ക് പേപ്പറിൽ അതങ്ങനെ മനസ്സിലാവുള്ളൂ. പക്ഷേ അല്ലാണ്ട് ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിത് S24 S25 ഒക്കെ യൂസ് ചെയ്ത ഒരാളാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് എൻ്റെ പേഴ്സണലി ഫ്രണ്ട്സ് വരെ ചിലവർ ഈ S24 നിന്ന് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ പുതിയ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് അങ്ങനെ മാറ്റാതിരിക്കുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നമുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പണ്ട് ഞാനൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിനകത്ത് മെമ്മറി ചിപ്സിൻ്റെ ഒക്കെ ഷോർട്ടേജ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനകത്ത് ആ ഒരു സർജ് വന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പ്രൈസിങ് ഒക്കെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഐഫോൺ വെച്ച് നോക്കുമ്പോൾ ഐഫോണിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പക്ഷേ നമ്മുടെ S26 അൾട്രയിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ പ്രൈസിങ് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ തോട്ട് റിവ്യൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കമ്പാരിസൺ ഫോട്ടോ കമ്പാരിസണൊക്കെ ഞാൻ ഇതിൻ്റെ ഇത് കഴിയുമ്പോഴത്തേനും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓസ്മോ പോക്കറ്റ് 3യിലാണ്. ഇനി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനകത്താണ്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു ഔട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഇതിന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഫ്രണ്ട് ക്യാമറ എനിക്ക് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നമുക്ക് എടുക്കുമ്പോൾ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കളേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് അത്ര വലിയ കുഴപ്പം വരുന്നില്ല. നമുക്കിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമുക്കിത് അത്യാവശ്യം വ്ളോഗിങ് പരിപാടിയൊക്കെ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാം. എനിക്ക് വ്ളോഗിങ് നമ്മുടെ മെയിൻ സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ അതെനിക്ക് അത്ര അറിയത്തില്ല. പക്ഷേ ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നൊരു അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ നമുക്കൊരു ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ S26 അൾട്രയിൽ എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യാതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഹ്യൂമൻ സ്കിന്നിൻ്റെ സെപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് പറയാം. അതുപോലെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8K നമുക്ക് 30 FPS ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ S26ഉം നമ്മുടെ iPhone 17 Pro ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തന്നെ പറയാം. എനിക്ക് പേഴ്സണലി ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെട്ട S26ലാണ്. അതുപോലെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ട iPhone 17 Proയിൽ തന്നെയാണ്. അതിലൊരു സംശയവും എനിക്കില്ല. പക്ഷെ ഫോട്ടോയിൽ എന്തൊക്കെ പറഞ്ഞാലും സാംസങ് തന്നെയാണ് കിങ്. അത് എത്ര നാൾ നിൽക്കുമെന്നുള്ളത് മാത്രമാണ് എനിക്കൊരു ഡൗട്ട്. നിങ്ങൾ തന്നെ പറയാം. ലോങ് ടേം നിങ്ങൾ യൂസറൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ S24ൻ്റെ അതേ ക്യാമറ ക്വാളിറ്റി നിങ്ങൾ മേടിച്ചപ്പോൾ ഉള്ള അതേ ക്യാമറ ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നതെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാം. നമുക്ക് കളേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അത്യാവശ്യം നമുക്കിവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കളേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടിൽ ഞാൻ ഒരുപോലെയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ iPhone 17 Proയിൽ നമുക്ക് 4Kയിൽ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ S26 അൾട്രയിൽ വരുമ്പോഴത്തേന് ഞാനിത് 8Kയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ മാക്സിമത്തിലേക്ക് ഞാൻ എട്ടുന്നേ ഉള്ളൂ. അതുപോലെ ഞാൻ എൻ്റെ ഒറിജിനൽ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോഴോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് ഞാൻ ഇത് രണ്ടും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിനി സബ്ജക്റ്റ് എങ്ങനെ ഫോക്കസ് ആവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോക്കസ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും.
രണ്ടിലും ഒരേപോലെ തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ S26 Ultra വാങ്ങുമോ അതോ iPhone 17 Pro വാങ്ങുമോ, 17 Pro Max വാങ്ങുമോ, ഏത് വാങ്ങുമെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.